ഓം ഗും ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 91, ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദിഭാവയാമി. ശ്ലോകം 9. ആവൃത്യന്തൽസ്വരൂപം ക്ഷിതിജലമരുദാദ്യാത്മനാ വിക്ഷിബന്തി ജീവാൻ ഭൂയിഷ്ടകർമാബലി വിവശഗതീൻ ദുഃഖജാലേ ക്ഷിബന്തി ത്വന്മായാമാഭിപുന്മാമയി ഭുവനപദേ കൽപ്പതേ തത്പ്രശാന്തി ത്വത്പാദേ ഭക്തിരേവേത്യവാദ പാദിത്യവദൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധക. അന്വയം അർത്ഥം. ഐ വിഭു, അല്ലയോ സർവേശ്വരനായ ഭഗവൻ, ഭുവനപതേ ഭഗവൻ, തൽസ്വരൂപം അങ്ങയുടെ സ്വരൂപത്തെ ആവൃത്യ ആവരണശക്തി കൊണ്ട് മറച്ച് വിക്ഷബന്തി വിക്ഷേപശക്തിയാൽ ഉണ്ടാകുന്നതും ഭൂയിഷ്ട കർമാബലി വിവശഗതീൻ ഏറെയുള്ള പൂജാകർമ്മ സമൂഹത്താൽ അവശങ്ങളായ ജീവന്മാരെ ദുഃഖജാലേ ദുഃഖ സമൂഹത്തിൽ ക്ഷിബന്തി പതിപ്പിച്ചു ദുഃഖിപ്പിക്കുന്ന ത്വന്മായ അങ്ങയുടെ മായ മാം എന്നെ മാം അഭിഭൂൻ ആക്രമിക്കരുത് ത്വത് പ്രശാന്തി അതിനെ ശമിപ്പിക്കുന്നതിനായി ത്വത്പാദേ ഭക്തിരേവ അങ്ങയുടെ പാദഭക്തി തന്നെ കൽപ്പതേ ശക്തമായുള്ളൂ എന്ന് കരുതപ്പെടുന്നു. ഇതി പ്രകാരം പ്രബുദ്ധക ജ്ഞാനിയായി തീർന്ന സിദ്ധയോഗി അദ്വൈത യോഗി അവതൻ പറഞ്ഞിട്ടുണ്ട്. ഹരിവും. സാരം: ഭഗവാന്റെ യഥാർത്ഥ രൂപമായ ബ്രഹ്മത്തെ ആവരണശക്തിയോടെ മറിച്ചും നാനാത്വ വൈവിധ്യം നിറഞ്ഞ പ്രപഞ്ചമായി വിക്ഷേപശക്തി കൊണ്ട് ജനിപ്പിച്ച് ദുഃഖിപ്പിക്കുന്നതുമായ അവിടുത്തെ മായാ ഭഗവത് ഭക്തനായ എന്നെ പീഡിപ്പിക്കരുതേ. ലോകനാഥനും സർവശക്തനുമായ ഭഗവാന്റെ മായയെ ഇല്ലാതാക്കുന്നതിന് ഭഗവത് പാദഭക്തി ഒന്ന് മാത്രമേ ശക്തമായിട്ടുള്ളൂ എന്ന് അദ്വൈത യോഗി പറഞ്ഞിരിക്കുന്നു. ഹരിവും. ഓം ഗും ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. ദുഃഖാന്യാലോക്യജന്തുഷ്വലമുദിത വിവേകോഹ ആചാര്യവര്യാലപ്ത്വാ തദ്രൂപതത്വം ഗുണചരിത കഥാദ്യുൻഭവൻ ഭക്തിഭൂമാ മായാമേനാം ത്വരിത്തരിത്വാ പരമസുഖമയേ ത്വത്പദേ മോദിതാഹേ തസ്യായം പൂർവരംഗ പവനപുരപദേ നാശയാശേഷരോഗാൻ. അന്വയം അർത്ഥം. പവനപുരപദേ ഗുരുവായൂരപ്പ, അഹം ഞാൻ, ജന്തുഷ ജീവികളിൽ, ദുഃഖാനി ദുഃഖങ്ങളെ, ആലോക്യ കണ്ടിട്ട്, അലം വേണ്ടത്ര, ഉദിത വിവേക വിവേകമുള്ളവനായി, ആചാര്യവര്യാൻ ആചാര്യശ്രേഷ്ഠനിൽ നിന്ന്, തദ്രൂപതത്വം ബ്രഹ്മസ്വരൂപതത്വം ലപ്ത്വ നേടിയിട്ട്, ഗുണചരിത കഥാദ്യുദ്ഭവദ്ഭക്തിഭൂമ അവിടുത്തെ ഗുണങ്ങളെയും കഥകളെയും പാടിയിട്ടുണ്ടാകുന്ന ഭക്തി പ്രകർഷത്തോടു കൂടിയവനായി, ഏനാം ഈ മായയെ ത്വരിത്തരിത്വ കടന്നിട്ട്, പരമസുഖമയേ പരമാനന്ദരൂപനായ തത്പദേ അങ്ങയുടെ പാദത്തിൽ, മോദിതാഹേ സന്തോഷിക്കുന്നവനായി തീരട്ടെ, തസ്യ അതിനെ, അയം ഇത്, പൂർവരംഗ ആദ്യപടിയാണ്, അശേഷ രോഗാൻ എല്ലാ രോഗങ്ങളെയും നശിപ്പിച്ചാലും, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
സാരം ലോകത്തിൽ ജീവികൾ വല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നത് കണ്ടിട്ട് വേണ്ടത്ര വിവേകമുള്ളവനായി തീർന്ന ഞാൻ പരമപണ്ഡിതന്മാരും ജ്ഞാനികളുമായ ആചാര്യന്മാരിൽ നിന്ന് അവിടുന്ന് ബ്രഹ്മം തന്നെ എന്ന വിജ്ഞാനം നേടി. ഭഗവാന്റെ അവതാര ലീലകളും ഭഗവാന്റെ ഗുണങ്ങളും പാടി ഉണ്ടാകുന്ന ഭക്തി കൊണ്ട് ഈ മായയെ ഞാൻ അറുതി ചെയ്തു അങ്ങയുടെ പാദഭക്തി ഉണ്ടായി ആനന്ദിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ പടി മായയെ ജയിക്കുക ആണ്. ഗുരുവായൂരപ്പ, എൻ്റെ ക്ലേശങ്ങൾ മുഴുവനും അകറ്റിയാലും. ഹരി ഓം. 91 ദശകം സമാപ്തം.